Hello guys, welcome back to my channel Jedi Thirwabi. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ബേസിക് ഓപ്പറേറ്റേഴ്സ് എല്ലാ ലാംഗ്വേജസിലും ബേസിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. സോ ജാവാസ്ക്രിപ്റ്റിലെ ബേസിക് ഓപ്പറേറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക്കലി അലൗസ് ടു ട്രാൻസ്ഫോം വാല്യൂസ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോമിൽ ഇപ്പോൾ 1+1=2 ഒരു വാല്യൂസ് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ഈസ് ബേസിക് അലൗസ് ടു ട്രാൻസ്ഫോം വാല്യൂ. അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുക, രണ്ട് വാല്യൂസ് കമ്പൈൻ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ പേര് ജോൺ പ്ലസ് ഹോനൈ =ജോൺ ഹോനൈ, അങ്ങനെ പറഞ്ഞ പോലെ ഒരു കമ്പൈൻ ചെയ്യാനാണ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ മെയിൻലി കുറേ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് അരിത്തമെറ്റിക്, അസൈൻമെൻറ്റ്, ലോജിക്കൽ, റിലേഷണൽ, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിക്കാം. ബാക്കി അത്യാവശ്യം ആവശ്യമുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിക്കാം. ദെൻ അങ്ങോട്ടേക്കൊക്കെ പഠിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ റിസർച്ച് ചെയ്താൽ കിട്ടും. ആവശ്യമുള്ളത് മാത്രം നമുക്ക് നോക്കാം. എല്ലാം പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്കും മടുക്കും. നമുക്ക് ആവശ്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓപ്പറേറ്ററാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ കോൺസ് ഏജ് ഈസ് ഈക്വൽ ടു 1936 2056 1936 കൊടുക്കും. ഇതാണ് ഒരാളുടെ ഏജ്. ഓക്കെ, ലോഗിൽ കുറച്ച് കൊടുക്കില്ല 1994. ഓക്കെ, ഓക്കെ. ഇവിടെ നടക്കുന്ന അപ്രോച്ച് എന്ന് വെച്ചാൽ ഇതൊരു ഓപ്പറേറ്ററാണ്. ലൈക്ക് ഈ 2056 - 1994 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് മെയിൻലി പ്ലസ്, മൈനസ്, ഇൻറ്റു, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ മോഡായിരിക്കും ഉണ്ടാവുക. സോ അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ ഇത്ര ടൈപ്സ് ഉള്ളത്. സോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ കമ്പൈൻ വാല്യൂ, ഞാൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പൈൻ വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോം വാല്യൂസ് ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും കൂടി ട്രാൻസ്ഫോം ചെയ്തിട്ട് ന്യൂ വാല്യൂയിലേക്ക്, ലൈക്ക് 62 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. ഏജ് ആക്കി ജോൺ 2056 - 1990. നമുക്ക് ഈ ലോഗിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോമ ഇട്ടിട്ട് എത്ര വേരിയബിൾസ് വേണ്ടിയിട്ട് എഴുതുക കേട്ടോ. ഏജ് ജോണും ഏജ് അബി 62. അബിയുടെ ഏജ് 62, ജോണിൻ്റെ ഏജ് 66 ആണ്. സോ ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. രണ്ട് വാല്യൂസ് കൂടി കമ്പൈൻ ചെയ്ത് മോർ ദാൻ 2 വാല്യൂസ് അല്ലെങ്കിൽ മോർ ദാൻ 1 വാല്യൂസ് ആണ് ഒരു ഓപ്പറേഷൻ നടക്കാൻ വേണ്ടത്. മോർ ദാൻ 1 വാല്യൂസ് ടു കമ്പൈൻ എനദർ വാല്യൂ, ഏത് വാല്യൂയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. 2056 - 1994 =62 ആണ്. 2056 - 1990 എന്ന് പറഞ്ഞത് അതായത് എന്താ പറയുക 66 ആണ്. ഇതാണ് ജോണിൻ്റെയും അബിയുടെ ഏജ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ കറണ്ട് ഇയർ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ആയിട്ടില്ല വരിക. നമ്മൾ എന്ത് വരുന്നത് പ്രോഗ്രാമിങ്ങിൽ ഡ്രൈ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് യൂസ് ചെയ്യണം. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡ്രൈ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പറയും ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കോഡ് പിന്നെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിങ്ങിന് നല്ലൊരു ശീലമല്ല. സോ നമ്മളെന്താ 2056 റിപ്പീറ്റായി വരുന്നതുകൊണ്ട് നമുക്ക് അതിനൊരു പുതിയൊരു വേരിയബിൾ ആക്കിയിട്ട് കൊടുക്കാം. കോൺസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് അല്ല കറണ്ട് ചെയ്യാം. കറണ്ട് ഇയർ =2056. കറണ്ട് ഇയറിന് 2056 മൈനസ് ചെയ്താൽ ഓക്കെ, നേരത്തെ സെയിം ഇത്. പിന്നെയുള്ള ഓപ്പറേറ്റേഴ്സാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഏജ് ഇൻറ്റു 2, ഏജ് ബൈ 2,
ടു ദ പവർ. ഇത് 2 × 2 × 2 ആണ്. ഇത് എന്താ പറയുക അർത്ഥമാക്കുന്നത് 2 × 2 × 2 = 8. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്താ പറയുക ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കും. ഇതിനെയൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മൈനസ്, പ്ലസ്, മോഡുലസ് ഒക്കെ വരുന്നതാണ് ഇത്. മോഡുലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആയിരിക്കും. 5 mod 2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് 5/2 എന്ന് പറയുന്നത് 4 വന്ന് 2/2 = 4. റിമൈൻഡർ 1 ആയിരിക്കും ഉണ്ടാവുക. റിമൈൻഡർ എന്ന് പറയുന്നത് 1. ഓക്കെ, സിസ്റ്റം 1 എന്ന് പറയും. ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. പിന്നെ ഇതേ നമുക്ക് സ്ട്രിങ്ങിൻ്റെ കേസിലൊന്ന് നോക്കാം. ലൈക്ക് കോൺസ്റ്റന്റ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺ. സ്ട്രിങ് എഴുതുമ്പോൾ എപ്പോൾ ഡബിൾ കോട്ട്സ് ഉപയോഗിക്കണം. ജോൺ ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഓനായി. ലോഗിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം നോക്കാം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നോക്കാം. ദെൻ ജോൺ ഹോനായി. നമുക്ക് ഇതിൻ്റെ നടുക്കൊരു കുറച്ച് സ്പേസ് ആക്കിയാൽ കുറച്ചും കൂടി വൃത്തിക്ക് കാണാം അല്ലേ. അതും പ്ലസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് console.log ഇതാക്കണ്ടെങ്കിൽ പ്ലസ് ഓപ്പറേറ്റർ ഇട്ടാൽ മതി. ഫസ്റ്റ് നെയിം പ്ലസ് ഒരു സ്പേസ് പ്ലസ് ലാസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺ ഹോനായി. ഇങ്ങനെ എന്താ പറയുക സ്ട്രിങ്ങും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വഴി നമുക്ക് എന്താ പറയുക കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ കമ്പൈൻ വാല്യൂസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. let x is equal to 10 plus 5. ലോഗിൽ എക്സിനെ അസൈൻ ചെയ്യും. ഓക്കെ, ഈ console.log എടുത്ത് സെപ്പറേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് കണ്ടോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക ഡബിൾ കോട്ട്സിനുള്ള എന്ത് എഴുതിയാലും ഔട്ട്പുട്ട് വരും. ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5 അസൈൻ ചെയ്യുക. അതിന് ഇപ്പോൾ ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു അങ്ങനെയൊക്കെയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ ഈ 10 + 5 എന്ന് പറഞ്ഞൊരു വാല്യൂ എന്താ പറയുക 10 + 5 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്യുന്നത് എക്സിലേക്ക്, എക്സിൻ്റെ വാല്യൂയിലേക്ക് 10 + 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തില്ല 15. നമുക്ക് ഇതേ സംഭവത്തിന് എന്താ ചെയ്യാം എക്സ് പ്ലസ് ഈക്വൽ ടു 5. ഈ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് എന്താ പറയുക എക്സിൽ ഇപ്പോൾ 10 + 5 15 ആയല്ലോ. 15ൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് അർത്ഥമാക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഈ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇപ്പോൾ 10 + 5 ഈക്വൽ ടു 15 ആണല്ലോ. എക്സിൻ്റെ വാല്യൂ നൗ 15 ആണ്, അസൈൻ ചെയ്തിട്ട് 15 ആയി. പിന്നെന്ന് പറയുന്നത് എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഈ 10 എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ആണ്, 15 ആണ്. 15 + 5 എത്രയാണ് 20. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20. ഇപ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5ന് തുല്യമാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 20 ആയി. നോക്കിക്കോ 20, അതാണ് കൺസോളിൽ എക്സ് വന്നത്. സോ ഈ പ്ലസ് ഈക്വൽ ടു അതുപോലെ എക്സ് മൈനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആയിരിക്കും. എക്സ് മൈനസ് ഈക്വൽ ടു 6 എത്രയാണ് 14. 20 40 -6 ആയാലും 14. അങ്ങനെ പ്ലസ് ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു ഈ ഒരു ഫോർമാറ്റ് ജസ്റ്റ് നോക്കുക. കുറച്ച് ചെറിയ ചെറിയ രീതിക്ക് കോമൺലി ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് വലിച്ചു വാരി എഴുതാൻ നിൽക്കരുത്. പ്രോഗ്രാം എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റും അത്രത്തോളം സിമ്പിളാക്കുക. ഈ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എഴുതുന്നതാണോ അല്ലെങ്കിൽ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എഴുതുന്നതാണോ കുറച്ചുകൂടി എന്താ പറയുക പ്രോഗ്രാമിൽ കാണാൻ രസം നോക്കും. സോ പിന്നെ ഇതിനകത്ത് കുറേ മെമ്മറി സ്റ്റോറേജും ഒക്കെ ഇതുണ്ടാകും. സോ അത് പ്രോഗ്രാമിങ്ങിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കാൻ തോന്നും. അല്ലാണ്ട് എപ്പോഴും വലിച്ച് നേരിട്ട് മാക്സിമം പ്രോഗ്രാം ചുരുക്കി ചെയ്താൽ നോക്കും. ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് കുറയുമ്പോൾ ആ പ്രോഗ്രാമിനൊരു ക്വാളിറ്റി പോകും. എന്ന് വെച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഒഴിവാക്കണം എന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻസും വേണം, പ്ലസ് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള വ്യൂവിലേക്ക് പോകാൻ പറ്റും. വലിച്ചു വാരി അങ്ങ് നീട്ടാൻ നിൽക്കരുത്.
ലൈക്ക് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേഷൻ. കമ്പാരിസൺ ഓപ്പറേറ്റർ അതിന് ബൂളിയൻ വാല്യൂ ആണ് ഉണ്ടാവുക. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ലോഗിൻ്റെ ഉള്ളിൽ ഏജ് അബി ഗ്രേറ്റർ ദാൻ ഏജ് ജോൺ ആണോ നോക്കുന്നത്. ഇത് കമ്പയർ ചെയ്യണം, ഒന്നിക്ക ട്രൂ അല്ലേ ഫോൾസ്, ബൂളിയൻ വാല്യൂസ് അതിനകത്ത് ഉണ്ടാവുക. ലൈക്ക് ഏജ് അബി ഗ്രേറ്റർ ദാൻ ഏജ് എന്ന് വെച്ചാൽ അബീൻ്റെ ഏജ് എത്ര ഇപ്പോൾ, അബീൻ്റെ ഏജ് 62 ആണ് ഇപ്പോൾ. അപ്പോൾ 62 ഗ്രേറ്റർ ദാൻ ജോണിൻ്റെ ഏജ് 66. 62 ഗ്രേറ്റർ ദാൻ 66 ആണോ? അല്ലല്ലോ. 62 66 വലുതാണോ? അല്ല. അപ്പോൾ അത് ഫോൾസ്. സോ ഇവിടെ ട്രൂ ഓർ വാല്യൂ വേണ്ട, ബൂളിയൻ വാല്യൂസ് ആണ് ഔട്ട്പുട്ട് വരിക. ലൈക്ക് ഇപ്പോൾ ലെസ് ദാൻ കൊടുത്ത ഇത് ട്രൂ ആയിരിക്കും, 62 66 ചെറുതാണ്. കണ്ട കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ അത് കമ്പയർ ചെയ്യുക, രണ്ട് വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുക, എന്നിട്ട് ഒരു ബൂളിയൻ വാല്യൂ ഔട്ട്പുട്ട് വരും. നേരത്തെ നമ്മൾ ഈഫിലൊക്കെ ചെയ്തിട്ടില്ലേ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോൺസ്റ്റിൽ ഒരു ഏജ് ഞാനൊരു 18 കൊടുത്തു. ഈഫ് നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റില്ല. ഏജ് ഗ്രേറ്റർ ദാൻ, ഇഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്ത് ചെയ്യണം, ലോഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏജ് 18 മേലെ ആണെങ്കിൽ സേറയുടെ ഏജ് 18 മേലെ ആണെങ്കിൽ 18 അല്ല സോറി ഗ്രേറ്റർ ഏജ് 18 മേലെ എന്ന് വെച്ചാൽ സേറയുടെ ഏജ് 18 വേണ്ട 28 കൊടുക്കാം. 18 മേലെ ആണെങ്കിൽ കൺട്രാക്ട്സ് എന്താ പറയുക, 18 വയസ്സിന് മേലെയുള്ളവർക്ക് ലൈസൻസ് എടുക്കാം, 18 വയസ്സിന് താഴെയുള്ളവർക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല. സോ 18 വയസ്സിന് മേലെ ആണെങ്കിൽ ഈ ഒരു സംഭവം റൺ ചെയ്യും, ഈഫിൻ്റെ ഉള്ളിൽ ഈ ഒരു കണ്ടീഷൻ. അഥവാ ഈ കണ്ടീഷൻസ് തെറ്റാണ്, ഓക്കെ 18 വയസ്സിന് താഴെയാണെങ്കിൽ ഈ എൽസ് ഭാഗത്തുള്ള കണ്ടീഷൻ ഇതാകും. ഈഫ് എൽസ് പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കും. ഓക്കെ, ഈ 18 വയസ്സിന് താഴെയാണെങ്കിൽ ഈ കൺസോൾ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് 18 വയസ്സിന് താഴെയാണെങ്കിൽ എന്നാണ് കാണിക്കണം, സോറി യു ആർ നോട്ട് എലിജിബിൾ ടു ടേക്കിംഗ് ലൈസൻസ്. പിന്നെ 18 വയസ്സിന് മേലെയാണെങ്കിൽ കൺഗ്രാറ്റ്സ് യു ആർ എലിജിബിൾ ടു ടേക്കിംഗ് ലൈസൻസ്. നമ്മൾ 18 വയസ്സിന് മേലെയാണ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ട്രൂ ഓർ ഫോൾസ് ചെക്ക് ചെയ്ത്, ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്ത് ഈഫ് കണ്ടീഷൻ അങ്ങനെയാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പാരിസൺ ആണ്. ഇത് ഈ സാറേൻ്റെ ഏജ് 18 മേലെയാണോ കമ്പയർ ചെയ്യുന്നു, ആണോ അല്ലയോ. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ട്രൂ ഒരു ബൂളിയൻ വാല്യൂ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ബൂളിയൻ വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. നേരത്തെ ചെയ്തോളം നോക്കിയാൽ ഇതാ ലോഗിൻ്റെ ഉള്ളിൽ ഇതേ സാധനം കോപ്പി ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത് നോക്കുക. അത് ട്രൂവോ അല്ലെങ്കിൽ ഫോൾസോ ആയിരിക്കും. നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ ആയിക്കോ ട്രൂ, കാരണം ട്രൂ ആയതുകൊണ്ടാണ് ഉള്ളിലേക്ക് വന്നത്. ഇനി അഥവാ ഇത് ലെസ് ദാൻ ആണെങ്കിലോ, സോറി യു ആർ നോട്ട് എലിജിബിൾ ടു ടേക്കിംഗ് ലൈസൻസ്, ഫോൾസ് ആണ്. കാരണം കണ്ട, അപ്പോൾ ഇതൊരു കമ്പയർ ചെയ്യാൻ ഐദർ ട്രൂ ഓർ ഫോൾസ്. ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. സോ ഓപ്പറേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. നമ്മൾ മെയിനായിട്ടുള്ള 2-3 ഓപ്പറേറ്റേഴ്സ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഏതാണ് ആദ്യം നടക്കുക ഏതാണ് അവസാനം നടക്കുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടില്ലേ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് ഞാൻ 5 + 2 - 3
ഇൻറ്റു 5 ഡിവൈഡ് ബൈ 2. ഇതിൽ ഏതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, ഏതാണ് അവസാനം കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടറിന് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്ന് പറയുക. നമുക്ക് അത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്നതിൽ ഏറ്റവും വലിയ വാല്യൂ ഉള്ളതായിരിക്കും ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. സോ ഈ ഒരു റൗണ്ട് ബ്രാക്കറ്റാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പ്രോഗ്രാം നോക്കാം. അടുത്ത പ്രോഗ്രാമിൽ ഫസ്റ്റ് എന്ത് ചെയ്ത് ഈ 3 × 5 എത്രയാണ് 15. ഇവിടെ 15 മാറി. 15. ദെൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എന്താ പറയുക പ്ലസ് ഓപ്പറേറ്റേഴ്സ് ആണോ മൈനസ് ആണോ ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുക പ്ലസ് ആണ്. 5 + 2 എന്ത് ചെയ്ത് 7 ആയി. 7ൻ്റെ അകത്ത് 15 മൈനസ് ചെയ്യുകയാണ്. 7ൻ്റെ അകത്ത് ദെൻ എന്താ പറയുക ഇത് മൈനസ് ചെയ്യും. 7ൻ്റെ അകത്ത് 15 മൈനസ് ചെയ്താൽ എത്രയാണ് -15 7.7 8 -8 വരും. അപ്പോൾ ഇപ്പോഴത്തെ ആൻസർ -8. ദെൻ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടുള്ള കാര്യം ഡിവൈഡ് ചെയ്യും. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റ് നോക്കുന്നത് ഓപ്പറേറ്റർ പ്രിസിഡൻസിൻ്റെ ഇതിലാണ്. കാരണം ഈ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഡിവിഷൻ നടക്കും. കാരണം ഡിവിഷൻ്റെ വാല്യൂ 12ആണ്. ഇത് ഈ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ വാല്യൂ 18ആണ്. അപ്പോൾ പ്രിസിഡൻസ് കൂടുതൽ 18നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം /2 അവസാനം ചെയ്തത്. അപ്പോൾ -8 /2 എത്രയാണ് -4. അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ എന്താ പറയുക -4 ആയി വന്നത്. ഓക്കെ, ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസിൻ്റെ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേബിൾ നോക്കുക. അപ്പോൾ ചില സമയം നിങ്ങൾക്ക് എറേഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടല്ലേ വരിക. സോ അന്നേരം ഇതിൻ്റെ പ്രിസിഡൻസ് നോക്കുക, ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്, ++നാണോ -+ അങ്ങനെ കണ്ടാൽ ജസ്റ്റ് നോക്കാം. ഏറ്റവും കുറവ് വാല്യൂ ഉള്ള ഇതിനാണ് കോമക്കാണ്. കോമയുടെ ഏറ്റവും അവസാനമാണ് എക്സിക്യൂട്ട് ചെയ്യുക ഈ റൗണ്ട് ബ്രാക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ഇത്രയേ ഉള്ളൂ. ദെൻ വേറെ ഓപ്പറേറ്റേഴ്സ് ഇനിയും പല ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സ് അടിച്ചാൽ മതി. അത്യാവശ്യം മെയിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ളത്. പിന്നെ ഇതൊന്നും അത്യാവശ്യം പഠിച്ച് വെക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, എല്ലാവരും ആൻസർ എന്തായാലും നിർബന്ധമായിട്ട് എഴുതിയിട്ട് കമൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് കോഡിങ് ചാലഞ്ചിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഫസ്റ്റ് കോഡിങ് ചാലഞ്ചാണ്. സോ എല്ലാവർക്കും കോഡിങ് ചാലഞ്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, കോഡിങ് ചാലഞ്ചിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് ഞാൻ ഡ്രൈവിൽ ഇട്ടേക്കാം. ഓക്കെ, എല്ലാവരും ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇത്രയാണ്. മാർക്കും ജോണും എന്ന് പറയുന്നത് 2 പേഴ്സൺസ് ആണ്. ആ പേഴ്സൺസ് എന്തിനാണ് കമ്പയർ ദർ ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് കമ്പയർ ചെയ്യാൻ നോക്കുന്നത് എന്തെന്ന് ഈ ഫോർമുല. ആ ബോഡി മാസ് ഇൻഡെക്സ് കമ്പയർ ചെയ്യേണ്ട ഫോർമുല ഒന്നിക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. മാസ് ബൈ ഹൈറ്റ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ ഹൈറ്റിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ ആണ്, ഇൻറ്റു അല്ല, ഹൈറ്റ് സ്ക്വയർ 2, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്. ചില സിസ്റ്റത്തിൽ ഇത് വർക്കാകത്തില്ല, അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് അങ്ങനത്തെ രീതി. അല്ലെങ്കിൽ ഈ മാസ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്. ഈ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഒന്നിക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒന്ന് ബോഡി മാസ് ഇൻഡെക്സ് കാണിക്കുന്ന ഇക്വേഷൻ അത്. ദെൻ നിങ്ങളുടെ ടാസ്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 5 സ്റ്റെപ്പ് ഉണ്ട്. ആ 5 സ്റ്റെപ്പ് അല്ല 3 സ്റ്റെപ്പ് ഉണ്ട്. ആ 3 സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്സിൻ്റെയും ജോണിൻ്റെയും മാസിൻ്റെ ഹൈറ്റ് വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യുക. ടെസ്റ്റ് ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡാറ്റയിൽ മാർക്കിൻ്റെ എന്താ മാസ് വെയിറ്റ് എന്ന് പറയുന്നത് 78. രണ്ടാമത്തെ ജോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 92. മാർക്കിൻ്റെ ജോണിൻ്റെ വെയിറ്റ് ഹൈറ്റ് സ്റ്റോർ ചെയ്യുക. ഹൈറ്റ് എന്ന് പറയുന്നത് മാർക്കിൻ്റെ 1.69, മറ്റേത് 1.95 ആണ്. ഓക്കെ, ഹൈറ്റ് വെയിറ്റ് വേരിയബിൾ സ്റ്റോർ ചെയ്യുക. വേരിയബിൾ സ്റ്റോർ ചെയ്യുക എല്ലാവർക്കും അറിയാമല്ലോ, പഠിച്ചാണല്ലോ, ജസ്റ്റ് അത് ചെയ്യുക. ദെൻ രണ്ടാമതെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ബോത്ത് ദർ BMI യൂസിങ് ദ ഫോർമുല. ഓക്കെ, ഈ ഒരു ഫോർമുല വെച്ചിട്ട്, ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ബോഡി മാസ് ഇൻഡെക്സ് വെയിറ്റ് കാണും. കാരണം മാസും കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ കാൽക്കുലേഷൻ നിങ്ങൾ മാത്സ് ഒക്കെ ചെയ്തതായിരിക്കുമല്ലോ. സോ അത് വെച്ചിട്ട് ഈ ഒരു ഫോർമുല കമ്പ്യൂട്ടർ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ. ഓക്കെ, അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ബൂളിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ടെയ്നിങ് ഇൻഫർമേഷൻ അബൌട്ട്
വെദർ മാർക്കേഴ്സ് ഹയർ BMI ദെൻ ജോൺ. ലൈക്ക് ഇതുപോലത്തെ മാർക്കിനാണോ അല്ല ജോണിനാണോ ഹയർ BMI എന്ന് പറഞ്ഞിട്ടൊരു വ്യൂഡ് വേരിയബിൾ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഒരു ഓപ്പറേറ്റർ വെച്ചില്ലേ, ട്രൂ ഓർ ഫോൾസ് ആണ് നോക്കേണ്ടത്. ആ ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ വെച്ചിട്ട് എന്താ പറയുക, മാർക്കിൻ്റെ ആണോ എന്താ പറയുക ജോണിൻ്റെ ആണോ ഹയർ വാല്യൂ BMI വാല്യൂ നോക്കി ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് വെച്ച് ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇത്രയാണ് ഈ കോഡിങ് ചാലഞ്ച്. ദെൻ എല്ലാവരും മാക്സിമം ചെയ്യാൻ നോക്കി. ഇതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ടാവും, കോഡിങ് ചാലഞ്ച് ഇവിടെ തന്നെ ആയിട്ട്. എല്ലാവരും എന്തായാലും കോഡിങ് ചാലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതാക്കണം, എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, ഇതൊരിക്കലും സ്കിപ്പ് അടിക്കാൻ പാടില്ല. അസൈൻമെൻറ്റ്സ് നാളത്തേക്ക് വെച്ചു, ഇത് ഈ വീഡിയോസ് കണ്ടതിന് അപ്പോൾ തന്നെ ചെയ്യണം. ഓക്കെ, കോഡിങ് ചാലഞ്ചസ് എങ്ങനെ ഇടയ്ക്ക് വിടാം, അസൈൻമെൻറ്റ്സ് വേർഡ് ആയിട്ട് വിടാം. ഓക്കെ, ദെൻ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.